വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കല്ലേ? ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു. പിന്നെ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ഓംലെറ്റ് റെസിപ്പി ആയിട്ടാട്ടോ. ഓംലെറ്റ് എന്താ ഇത്ര ഉണ്ടാക്കാനുള്ളത്? പക്ഷേ ഈ ഓംലെറ്റ് ഒരു പ്രത്യേകതയുണ്ട്. നമ്മൾ ഇതിനകത്ത് പൊട്ടറ്റോയും ചീസും ഒക്കെ വെച്ചാണ് ഈ ഓംലെറ്റ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിൻ്റെ പേരെന്തായിരിക്കും? ചീസി പൊട്ടറ്റോ ഓംലെറ്റ്. അപ്പം നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനു മുന്നേ എൻ്റെ വീഡിയോസൊക്കെ കാണുന്നുണ്ടോ? കണ്ടിട്ട് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ ഒരു തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ ഇല്ലേ, അത് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് 3 ഓപ്ഷൻസ് വരും. അതിൽ നമ്മൾ ഓൾ എന്ന് പറയുന്ന ഓപ്ഷൻ തന്നെ നിങ്ങൾ ക്ലിക്ക് ചെയ്യാൻ ശ്രദ്ധിക്കുക. എന്നാലേ ഞാൻ പുതിയതായിട്ട് വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണണ്ടേ, എന്നാലേ നോട്ടിഫിക്കേഷൻ കിട്ടത്തുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് ഓംലെറ്റ് ഉണ്ടാക്കിയിട്ട് വരാം. അപ്പോൾ നമുക്ക് ഈ ചീസ് പൊട്ടറ്റോ ഓംലെറ്റിന് എന്തൊക്കെ വേണമെന്ന് നോക്കാം. അതിന് നമുക്ക് കുറച്ച് സാധനങ്ങൾ മതി. ഞാൻ ആദ്യം ഒരു തക്കാളി എടുത്തിട്ടുണ്ട്, പിന്നെ 2 ഉരുളൻകിഴങ്ങ്, 2 മുട്ട. നമുക്ക് വേണമെങ്കിൽ 3 മുട്ട എടുക്കാം. അപ്പം നമുക്കിതെല്ലാം ഒന്ന് വട്ടത്തിൽ അരിഞ്ഞെടുക്കണം. അരിഞ്ഞു വെച്ചിട്ട് കാണിച്ചു തരാം. ഞാനിവിടെ 3 മുട്ട തന്നെ എടുത്തിട്ടുണ്ട് കേട്ടോ. 3 മുട്ട നമുക്ക് ആവശ്യമുണ്ട്. അപ്പം അതിനകത്തോട്ട് നമുക്കൊരു 2 ടേബിൾ സ്പൂൺ പാലൊഴിച്ച് കൊടുക്കാം. പിന്നെ ആവശ്യത്തിന് ഉപ്പ്, പിന്നെ നിങ്ങൾക്ക് എരിവ് എത്രയാണോ വേണ്ടത് അതനുസരിച്ച് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. ഞാനിവിടെ ഉരുളക്കിഴങ്ങും പിന്നെ തക്കാളി ഞാൻ വട്ടത്തിൽ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. മുട്ട നന്നായിട്ട് ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ ഉരുളക്കിഴങ്ങ് എന്തിനാണ് ഞാൻ വെള്ളത്തിലിട്ട് വെച്ചേക്കുന്നത് വെച്ചാൽ നമ്മൾ അരിഞ്ഞ് വെച്ച് കഴിയുമ്പം അതിനൊരു കറുത്ത കളർ വരുമല്ലോ, അത് ഇല്ലാതാക്കാനാണ് ഞാൻ വെള്ളത്തിലിട്ട് വെച്ചേക്കുന്നത്. ഈ വെള്ളത്തിനകത്ത് ഞാൻ കുറച്ച് ഉപ്പ് ഇട്ട് വെച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ പിന്നെ നമ്മൾ കുക്ക് ചെയ്ത് കഴിയുമ്പോൾ ഉരുളക്കിഴങ്ങിന് ഉപ്പ് കാണത്തില്ല. അതുകൊണ്ട് ഒരു 15 മിനിറ്റ് നമ്മൾ ഉപ്പുള്ള വെള്ളത്തിൽ ഉരുളക്കിഴങ്ങ് ഇട്ട് വെക്കണം. ഇതുപോലൊരു പാൻ എടുക്കണം ആദ്യം. എന്നിട്ട് അതിനകത്ത് വെള്ളമായി എല്ലാം തുടച്ച് കളയുക. എന്നിട്ട് നമുക്ക് ഇതിനകത്തോട്ട് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. നിങ്ങൾക്ക് എണ്ണയോ ബട്ടറോ ഒക്കെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഞാനിപ്പം കുറച്ച് സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുക്കാൻ പോകുന്നത്. ഞാനിപ്പോൾ എണ്ണ ഇതിനകത്ത് ഒഴിച്ചിട്ട് എല്ലാ ഭാഗത്തും ഒന്ന് എണ്ണ ചുറ്റിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനകത്തോട്ട് നമ്മൾ വെള്ളത്തിലിട്ട് വെച്ചിരിക്കുന്ന ഉരുളൻകിഴങ്ങില്ലേ, അത് ഞാൻ വെള്ളം ഊറ്റി കളഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് ഇതിനകത്ത് ഓരോന്നോരോന്നായിട്ട് വെച്ച് കൊടുക്കാവേ. ഉരുളൻകിഴങ്ങ് വേവുമ്പം കരിയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളപ്പം എണ്ണ ഒഴിച്ചത്. നിങ്ങൾക്ക് ബട്ടർ ഉണ്ടെങ്കിൽ ബട്ടർ ചേർക്കാം കേട്ടോ. ഇഷ്ടമുള്ള ചേർക്കാം, എണ്ണയോ ബട്ടറോ ഏത് എണ്ണ വേണമെങ്കിലും ചേർക്കാം കേട്ടോ. അപ്പം ഞാൻ ഉരുളക്കിഴങ്ങെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. തക്കാളി എടുത്ത് വെച്ചിട്ടില്ലേ, അതും കൂടെ നമുക്കിങ്ങനെ വട്ടത്തിൽ വെച്ച് കൊടുക്കാം കേട്ടോ. ഇനി ഇത് നമുക്ക് ലോ ഫ്ലെയിമിലിട്ട് വേവിച്ചെടുക്കണം. നമുക്കിനി ഇത് അടച്ചു വെച്ചിട്ട് ഒരു 10 മിനിറ്റ് വേവിച്ചാൽ മതി. ഉരുളക്കിഴങ്ങെല്ലാം നമുക്ക് വെന്ത് കിട്ടണം. അടച്ചു വെക്കാം. നമുക്കിത് തുറന്നു നോക്കാം എന്തായെന്ന്. വെന്തുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ, കുറച്ച് ടൈം കൂടെ പിടിക്കാം കേട്ടോ. നമുക്ക് അടച്ചു വെക്കാം. ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് തുറന്നു നോക്കിയായിരുന്നു കേട്ടോ. ഇതേ നമ്മൾ ഈ വേവിക്കുന്ന സമയത്ത് ഈ തക്കാളിയുടെ തൊലി തന്നെ ഇങ്ങനെ പോരും. അത് എടുക്കാൻ പറ്റുന്നവരാണെങ്കിൽ എടുത്തു കേട്ടോ. ഞാൻ ഇങ്ങനെ എടുത്ത് കളയാനാണ് കണ്ടോ. ഇങ്ങനെ നമുക്ക് തൊലി കിട്ടും. ഞാൻ 4 എണ്ണത്തിന് തൊലി എടുത്ത് കളഞ്ഞായിരുന്നു കേട്ടോ. തൊലി വെച്ചതിന് പ്രശ്നമൊന്നുമില്ല. നമ്മൾ ഉരുളക്കിഴങ്ങൊക്കെ ഇപ്പം നന്നായിട്ട് വെന്തിട്ടുണ്ട്. നമ്മൾ അടിയിൽ വെച്ചതൊക്കെ ഫ്രൈ ആയിട്ടുണ്ട്. അപ്പം നമുക്ക് ഇനിയും മുട്ട ഒഴിച്ചു കൊടുക്കാം. മുട്ട ഒഴിക്കുന്നതിന് മുമ്പ് ഒന്നുകൂടെ നന്നായിട്ട് ബീറ്റ് ചെയ്യണം. നമുക്ക് ആദ്യം സൈഡിലൂടെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. എന്നിട്ട് നടുക്ക്. ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ട് നമുക്കൊരു 10 മിനിറ്റ് മുട്ട വേവിക്കാം. അപ്പോൾ നമ്മുടെ മുട്ട വെന്തോ നോക്കാം. അടിപൊളി. നമുക്ക് ലാസ്റ്റായിട്ട് ഇതിൻ്റെ മുകളിൽ കുറച്ച് ചീസ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ചീസ് എല്ലാം മെൽറ്റായി. ഇനി നമുക്കിത് പ്ലേറ്റിലോട്ട് മാറ്റാം.
അപ്പോൾ നമ്മുടെ ചീസ് പൊട്ടറ്റോ ഓംലെറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് നമ്മുടെ പൊട്ടറ്റോ ഒക്കെ കുക്കായിട്ടുണ്ടോ എന്നൊന്ന് നോക്കാം. നമ്മുടെ പൊട്ടറ്റോ ഒക്കെ നന്നായിട്ട് കുക്കായിട്ടുണ്ട്, കണ്ടോ? ഇങ്ങനെ വരണം. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു എഗ് റെസിപ്പിയാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടുകയും ചെയ്യും. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് എന്നോട് അഭിപ്രായം പറയുക. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോ കാണാം. ടാറ്റാ.